ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു ഒരു കേക്ക് കഴിക്കണമെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. പിന്നെ ഇതുണ്ടാക്കിയിരിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിച്ച കേക്ക് മിക്സിനെ കൊണ്ടാണ് കേട്ടോ. അതായത് നമ്മൾക്ക് ഏത് കേക്കാണ് വേണ്ടത്, ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മിക്സ് അവർ തരും. അതിൽ നമ്മളെ കേക്കിൻ്റെ പൗഡറില്ലേ, അപ്പോൾ അതിൽ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊക്കെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ അവർ മിക്സ് ചെയ്തിട്ട് തരും. അതിൻ്റെ കൂടെ ഓയിൽ ഉണ്ടാവും, അതും കൃത്യമായ അളവിൽ തരും. പിന്നെ ഒരു ജെല്ല് പോലത്തെ സംഭവം ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ മിക്സിൽ ഉണ്ടാവുക. പിന്നെ പാലിൻ്റെ എത്ര പാൽ ഇതിന് ചേർക്കണം അതിൻ്റെ മെഷർമെൻറ്റ് അവർ പറഞ്ഞു തരും. എത്ര മുട്ട എടുക്കണം എന്നും പറഞ്ഞു തരും. ഞാനിവിടെ അതുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിവിടെ 4 മുട്ട എടുത്തു. ആദ്യം തന്നെ ബീറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ചു. പാലൊരു 75 ml ആണ് ഞാൻ ഒഴിച്ചത്. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് 1-2 മിനിറ്റ് ബീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ പൗഡർ ഇതിലേക്ക് ചേർത്തു. അതിൽ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒക്കെ മിക്സ് ആയിട്ടുള്ള ആ പൗഡർ ചേർത്ത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതും ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ ഒരു ജെല്ല് അതിൻ്റെ അകത്തുണ്ടാവും, അതിൻ്റെ കൂടെ ഉണ്ടാവും, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കിയത്. ആ ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതിന് മുന്നേ നമ്മുടെ കുക്കർ ബട്ടർ പേപ്പർ ഗീയൊക്കെ തേച്ചിട്ട് സെറ്റാക്കി വെക്കും. എന്നിട്ടാണ് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അത് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കുക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയമെടുത്തു. അവർ പറയുന്നത് ഒരു ½ ആൻ അവർ ആണ്, പക്ഷെ എനിക്ക് കുറച്ച് സമയമെടുത്തു. അത് ഓരോ ഗ്യാസിൽ ഓരോ ഫ്ലെയിമിനനുസരിച്ചിരിക്കും അതിൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കേക്ക് ചെറുതായിട്ട് അടിയൊന്ന് ഒരു ബ്രൗൺ കളർ അടിച്ചു, അത്രയേ ഉള്ളൂ. കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഇതാ കേക്ക് 2-3 ലെയർ, എത്ര ലെയർ നിങ്ങൾക്ക് വേണം അതുപോലെയൊക്കെ. ഞാനിവിടെ 2 ലെയറാണ് ആക്കിയത്. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ ക്രീം, ഞാൻ ഈ ഒരു കൈ കൊണ്ട് വീഡിയോയും ഒരു കൈ കൊണ്ട് ക്രീമും വെക്കുന്നുണ്ട്. ക്രീം ആ സ്പൂണൊന്നും വീഴുന്നേ ഇല്ല. ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം ഞാൻ ഈ ക്രീം ഒന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. ക്രീം അങ്ങനെ സെറ്റാക്കിയിട്ടു. അതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കിറ്റിൽ കിട്ടുന്നതല്ല കേട്ടോ, ഇത് ഇവിടെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അതിൻ്റെ മേലെ മിക്സ് ചെയ്യും. അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് ക്രഷ് ചെയ്തതാണ്. ഈ വൈറ്റ് ചോക്ലേറ്റും നമുക്ക് കേക്കിൻ്റെ കൂടെ കിട്ടും. വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലെയർ. പിന്നെ ആ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു, ക്രീം സെറ്റ് ചെയ്യുന്നു, വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതാ കുറച്ച് അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ക്രഷ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു. പിന്നെ ഈ ചെറിയും നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും, കീറ്റിൻ്റെ കൂടെ കിട്ടും. എന്നിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറിയും ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് അപ്പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്യാം. എൻ്റെ മോൻ ഈ കേക്ക് കണ്ടപ്പോൾ, കേക്കിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ കേക്ക് കണ്ടപ്പോൾ ക്രീം എടുത്തിട്ട് സൈഡൊക്കെ കൂടെ എടുത്തിട്ട് വായിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങോട്ടേക്ക് വലിക്കും. കേക്ക് കഴിച്ചാൽ പിന്നെ ചോറ് കഴിക്കില്ലല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ഈ കേക്ക് മിക്സ് പുറത്തുനിന്ന് വാങ്ങിച്ചെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ തനിയെ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഫ്ലോപ്പായി. കാരണം ഇത് കറക്റ്റ് പ്രൊപ്പോർഷനിലല്ല പൗഡറും പാലും ഒക്കെ അളവ് മാറിയിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പായി പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക്